മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് ഒളിഞ്ഞു നോക്കാനും കുറ്റങ്ങളും കുറവുകളും നന്മയും ഒക്കെ ആസ്വദിക്കാനുമുള്ള മനുഷ്യരുടെ സ്വതസിദ്ധമായ താല്പര്യങ്ങളെ മുതലെടുത്തുകൊണ്ട് ആരംഭിച്ച റിയാലിറ്റി ഷോയാണ് ബിഗ് ബോസ്. മലയാളത്തിലും ബിഗ് ബോസിന് ഇതിനോടകം കോടിക്കണക്കിന് ആരാധകരെ സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പേളിയും മാണിയും ശ്രീനീഷും തുടങ്ങിയ പ്രണയം മുതൽ ഇങ്ങോട്ട് ബിഗ് ബോസ് ഷോയ്ക്ക് വലിയ സ്വീകാര്യതയാണ് ലഭിച്ചത്. ഓരോ സീസണിലും ഏതൊക്കെ മത്സരാർത്ഥികളാണ് വരുന്നത് എന്നതിനേക്കാളും ആരൊക്കെയാണ് റിലേഷൻഷിപ്പിലാവുക, ആരാണ് ഹോസ്റ്റ് ചെയ്യുക എന്നതൊക്കെയാണ് എല്ലാവർക്കും അറിയാനുള്ളത്. ബിഗ് ബോസിലെ റിലേഷൻഷിപ്പുകളൊക്കെ വലിയ രീതിയിൽ ആഘോഷിക്കപ്പെട്ടിട്ടുള്ളവയാണ്. സാധാരണ മലയാളത്തിൽ ബിഗ് ബോസ് വരേണ്ട സമയം ഇതിനോടകം കഴിഞ്ഞു. വർഷത്തിൽ ഒന്നേ ഉള്ളൂ എങ്കിലും അത് ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ മാസങ്ങളിലാണ് സാധാരണ വരാറുള്ളത്. ഇനി അതുമല്ലെങ്കിൽ ഈ പരിപാടിയുടെ പ്രൊമോയോ ലോഗോയോ ഫസ്റ്റ് ലുക്കോ എന്തെങ്കിലും ഒന്ന് ഈ സമയങ്ങളിൽ വരേണ്ടതാണ്. ബിഗ് ബോസ് മലയാളത്തിന് 7ാമതൊരു സീസൺ കൂടിയുണ്ടെന്ന പ്രതീക്ഷയിലാണ് ആരാധകരെല്ലാം. കുട്ടികൾക്ക് സ്കൂൾ അടച്ച സമയം കൂടിയായതിനാൽ ഷോ വരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ആരാധകരും കാത്തിരിക്കുന്നത്. മലയാളത്തിൽ വലിയ റേറ്റിംഗ് ഉള്ള റിയാലിറ്റി ഷോയാണ് ബിഗ് ബോസ്. ഇതുവരെ 6 സീസണുകളാണ് മലയാളത്തിൽ പൂർത്തിയാക്കിയിട്ടുള്ളത്. സാധാരണഗതിയിൽ മാർച്ചോടെയാണ് പുതിയ സീസൺ ആരംഭിക്കേണ്ടത്. ഇത്തവണ പുതിയ സീസൺ എത്താതിരുന്നതോടെ സീസൺ 7 ഉണ്ടായേക്കില്ല എന്ന ഒരു വിലയിരുത്തലും ഉണ്ടായി. എന്നാൽ വൈകാതെ തന്നെ പുതിയ സീസൺ എത്തുമെന്ന് പറയുകയാണ് ബിഗ് ബോസ് റിവ്യൂവർമാരിൽ ഒരാളായ രേവതി. തന്റെ യൂട്യൂബ് ചാനലിൽ പങ്കിട്ട ഏറ്റവും പുതിയ വീഡിയോയിലൂടെയാണ് അവർ ഇക്കാര്യം അറിയിച്ചത്. പുതിയ സീസൺ ഓഗസ്റ്റ് 3-നോ 10-നോ ലോഞ്ച് ചെയ്തേക്കുമെന്നാണ് അവർ പറയുന്നത്. തമിഴ് ബിഗ് ബോസിന്റെ സെറ്റിൽ തന്നെ ആയിരിക്കും മലയാളം ബിഗ് ബോസ് എന്ന് തന്നെയാണ് വിവരമെന്നും അവർ പറയുന്നു. അതേസമയം ഇക്കുറി ആരാകും അവതാരകനായി എത്തുക എന്ന വലിയ ചോദ്യം നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ സീസണിൽ മോഹൻലാലിന്റെ അവതരണത്തിനെതിരെ കടുത്ത അധിക്ഷേപങ്ങളും വിമർശനങ്ങളും ഉയർന്നു വന്നിരുന്നു. മോഹൻലാൽ മാറി നിൽക്കണമെന്ന ആവശ്യം അന്ന് ശക്തമായിരുന്നു. ഈ സാഹചര്യത്തിൽ പല പേരുകളും സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുകയും ചെയ്തു. മോഹൻലാലിന് പകരക്കാരനായി സുരേഷ് ഗോപിയോ മുകേഷോ വന്നേക്കും, അല്ലെങ്കിൽ നടി മമത മോഹൻദാസിനെയോ പൃഥ്വിരാജിനെയോ അതുമല്ലെങ്കിൽ ടോവിനെയോ പരിഗണിച്ചേക്കും എന്ന് തുടങ്ങിയ അഭ്യൂഹങ്ങളും ഉണ്ടായിരുന്നു. തമിഴിൽ ഇത്തവണ കമൽഹാസന് പകരം വിജയ് സേതുപതി ആയിരുന്നു അവതാരകനായി എത്തിയത്. ഷോയുടെ റേറ്റിംഗിനെ ഇത് സാരമായി ബാധിച്ചേക്കുമെന്നുള്ള ചർച്ചകൾ ഉണ്ടായെങ്കിലും വിജയ് സേതുപതിയുടെ വരവ് ഷോയുടെ റേറ്റിംഗ് ഉയർത്തിയെന്നാണ് റിപ്പോർട്ടുകൾ. അതുകൊണ്ട് തന്നെ തമിഴിലെ പോലെ മോഹൻലാലിന് പകരം ഒരു യുവ നടനെയോ നടിയെയോ ഷോയുടെ ഹോസ്റ്റാക്കി കൊണ്ടുവരുന്നത് ഷോയ്ക്ക് ഗുണം ചെയ്യുമെന്നാണ് ഒരു വിഭാഗം ചൂണ്ടിക്കാട്ടുന്നത്. എന്നാൽ ഷോയുടെ ഏറ്റവും വലിയ ആകർഷണം തന്നെ മോഹൻലാൽ ആണെന്നിരിക്കെ അദ്ദേഹത്തെ മാറ്റുന്നത് കനത്ത തിരിച്ചടി ആയിരിക്കുമെന്നാണ് മറ്റൊരു വിഭാഗം ചൂണ്ടിക്കാട്ടുന്നത്. അതേസമയം ചർച്ചകൾ എങ്ങനെയൊക്കെ നടന്നാലും ഇക്കുറി മോഹൻലാൽ അവതാരകനായി എത്തില്ല എന്നുള്ള അഭ്യൂഹങ്ങൾ തന്നെയാണ് കൂടുതൽ ശക്തി പ്രാപിക്കുന്നത്. ഈ വിവരം 90% കൺഫേം ആയി എന്നും അറിയുന്നു. അതിനിടെ ആരൊക്കെയാവും മത്സരാർത്ഥികളായി എത്തുക എന്ന ചർച്ചയും കൊഴുക്കുന്നുണ്ട്. കഴിഞ്ഞ തവണത്തേതുപോലെ കൂടുതൽ സോഷ്യൽ മീഡിയ താരങ്ങൾ എത്തുമോ അതോ സെലിബ്രിറ്റികൾ ആയിരിക്കുമോ എന്നതാണ് പ്രധാന ചർച്ച. ബിഗ് ബോസ് സീസൺ 6 റേറ്റിംഗിൽ കുതിച്ചെങ്കിലും മത്സരാർത്ഥികളുടെ പ്രകടനത്തിൽ കടുത്ത നിരാശയായിരുന്നു ബിഗ് ബോസ് ആരാധകർക്ക് നേരിട്ടത്. ഗബ്രി ജാസ്മിൻ കോംബോയിൽ ഷോ ഒതുങ്ങിപ്പോയെന്നാണ് പലരും ഉയർത്തിയ ആക്ഷേപം. അതിനാൽ ഇക്കുറി മികവ് പുലർത്തുന്ന മത്സരാർത്ഥികളെ തന്നെ അവതരിപ്പിക്കാൻ ബിഗ് ബോസും ശ്രമിക്കുമെന്ന കാര്യം ഉറപ്പാണ്.